അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റിയാദുസ് സ്വാലിഹീൻ 51ാമത്തെ ബാബുർ റജാ ആയിട്ടിരിക്കുന്നത് ഇന്നത്തെ ബാബ്. ഞങ്ങൾ കഴിഞ്ഞ ബാബുൽ ഖൗഫ് ആയിട്ടിരിക്കുന്നത് പേടിയെന്ന്, അള്ളാഹുടെ പേടി. അപ്പോൾ അതിനെ സംബന്ധിച്ച് അള്ളാഹുടെ ശിക്ഷകളെ സംബന്ധിച്ച് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ധിക്കരിച്ചെങ്കിൽ അള്ളാഹു തആല കൊടുക്കുന്ന ശിക്ഷയും അത് സംബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഞങ്ങൾ മുന്നിൽ വിവരിച്ചു. അപ്പോൾ ഈ അള്ളാഹുടെ ശിക്ഷയെ തൊട്ട് പേടി, അതേപോലെ അള്ളാഹുടെ തൊട്ടുള്ള റജാ ചെന്നെങ്കിൽ ഈ ഖൗഫ് എന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് റജാ. ഖൗഫ് ചെന്നെങ്കിൽ പേടി, റജാ ചെന്നെങ്കിൽ അള്ളാഹുടെ റഹ്മത്തിനെ, അള്ളാഹുടെ കാരുണ്യത്തെ ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യർക്ക് പേടിയും വേണം, അതോട്ടിക്ക് റജാവും വേണം, ആഗ്രഹം വേണം. അള്ളാഹുവിന് എൻ്റെ സ്വർഗത്തിൽ കടത്തും, അള്ളാഹുവിന് എൻ്റെ ദോഷങ്ങളെ പുറത്തു തരും. ഇങ്ങനെയുള്ളതായ ആഗ്രഹങ്ങൾ ഇതായിട്ട് റജാ എന്നുള്ളത്. അപ്പോൾ മുഅ്മിനായ മനുഷ്യരുടെ കൽബിൽ അള്ളാഹുടെ ശിക്ഷയെ തൊട്ട് പേടിയും വേണം, അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹവും വേണം. അള്ളാഹുവിനെ എൻ്റെ രക്ഷപ്പെടുത്തും, അള്ളാഹുവിനെ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്യണം, അതൊട്ടുക ആഗ്രഹിക്കണം. അമല് ചെയ്യാണ്ട് വെറും മനസ്സിൽ വരിക്കില്ല. ഞങ്ങൾ ഇപ്പം എന്താക്കണം, നിസ്കരിക്കണം, ഫർദായ കാര്യങ്ങൾ ചെയ്യണം, അതൊട്ടുക അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് അവൻ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തും എന്നൊരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ വേണം. അള്ളാഹുടെ ശിക്ഷയെ തൊട്ട് പേടിയും വേണം. ഇത് രണ്ടും കൂടി കൂടണം. അപ്പോൾ അതായിട്ട് ഖൗഫ് എന്ന ആ വിഷയത്തുള്ള ബാബു ചെന്ന ഉടനെ റജാ എന്ന വിഷയത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടക്കത്തിൽ ചില ആയത്തുകൾ കൊണ്ടുവന്നു. ഖാല അല്ലാഹു തആല ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നബിയെ തങ്ങൾ ചൊല്ലറോ, ഇസ്രാഫ് ചെയ്ത, അങ്ങനെ ശരീരത്തെ മേലെ ഇസ്രാഫ് ചെയ്ത ആളുമാരെ ചൊന്നെങ്കിൽ ദോഷങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതു മിർ റഹ്മത്തിൽ, അള്ളാഹുടെ റഹ്മത്തിൽ തൊട്ട് ആശമുറിയാണ് നീ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടത്തല, നാനേതായാലും നരകത്തി, അങ്ങനെ നിങ്ങൾ പേരിച്ചു പോണ്ട. അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളെയും അള്ളാഹു മാഫാക്കുക, അള്ളാഹു പുറത്തു കൊടുക്കുക. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പുറത്തു തണ്ടവനും റഹ്മത്ത് ചെയ്തവനും കൂടിയായിട്ടിരിക്കണം. അപ്പം അള്ളാഹു തആലയുടെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയണ്ട. അള്ളാഹു രക്ഷിക്കും. അള്ളാഹുടെ തൗബ ചെയ്ത് മടങ്ങേണ്ട തന്നെ അള്ളാഹു തൗബയെ സ്വീകരിക്കണം, എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തണ്ട. അപ്പൊ ദോഷം ചെയ്ത എന്നതുകൊണ്ട് ഞാനിന് എന്തു കാവലാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്താക്കറു, തൗബ ചെയ്ത് മടങ്ങറു, നന്നാവറും. അള്ളാഹു അത് കുലത്തേറ് തുറന്നു കണ്ട, അള്ളാഹു തൗബയെ സ്വീകരിക്കണവനായിട്ടിരിക്കട. അപ്പൊ അള്ളാഹുടെ ആ റഹ്മത്തിനെ കൊണ്ടുള്ള ആശ. ഇനി വഖാലതൽ വഹൽ നുജാസി ഇല്ലൽ കഫൂർ, അതായത് അള്ളാഹു തആല അവന്റെ അള്ളാഹു താലക്ക് ഞങ്ങൾ പ്രതിഫലം കൊടുക്കുകൊണ്ട് ആ കാഫിറുകല്ലാണ്ട് പ്രതിഫലം ചൊന്നെങ്കിൽ ആക്കെ തപ്പുകുള്ള ശിക്ഷ. പ്രതിഫലം ചൊല്ലത് നല്ലതാക്കിയും കിട്ടിയതുക്കും ഞങ്ങൾ പ്രതിഫലം ചൊല്ല, തപ്പാക്കിയതുക്കും പ്രതിഫലം ചൊല്ല. ഇവിടെ ഉദ്ദേശം ഞങ്ങൾ പിടിച്ച് ശിക്ഷിക്കടേന്ന് ചൊല്ലത്, ആക്കിയ തപ്പുക ഞങ്ങൾ ശിക്ഷിക്കടേ എന്നുള്ളത് കാഫിരി ഇങ്ങനെയായിട്ടിരിക്കുന്നത്. അപ്പോൾ മൂമിനക്ക് തീരെ ശിക്ഷയില്ല എന്നല്ല, തൗബ ചെയ്ത് നന്നാവുകുള്ള തെറുണ്ട് അവനക്ക്. തൗബ ചെയ്ത് ആ ദോഷങ്ങളെ പൊറുപ്പിക്കൊല്ല തെറു അവനുക്കുണ്ട്. കാഫിറുക അങ്ങനെയല്ലല്ലോ. കാഫിറുക അവന് ശാശ്വതമായ നരകമായിട്ടിരിക്കുക, ശിക്ഷയായിട്ടിരിക്കുക. അവനക്ക് ഒരിക്കലും പിന്നെന്താവില്ല, തൗബ ചെയ്ത് നന്നാവുകയില്ല. എപ്പാ മരിച്ചാൽ പിന്നെ ദുനിയാവിൽ അവന് ഇസ്ലാം സ്വീകരിച്ച് നന്നായെങ്കിലൊരു വിഷയം വേറെ. അതേ സമയത്ത് പിന്നെ അതിന് പൊറുപ്പിക്കൊല്ലൊരു തീരില്ല. മോമിനക്ക് അങ്ങനെയല്ലല്ലോ. അവന് ഈമാനുണ്ടും കണ്ടെങ്കിൽ ദോഷങ്ങൾ ചെയ്താൻ കണ്ടെങ്കിലും അള്ളാഹുട്ടിയെ മഗ്ഫിറത്തിൽ കേൾക്കോ, പൊറുക്കല്ല് കേൾക്കോ, തൗബ ചെയ്ത് നന്നാവുകില്ല, വേ ഉണ്ട്, തീറുണ്ട്. സൂറത്ത് സബയിലെ തെറ്റിക്കടി ഈ ആയത്തുള്ളത്. ഇനി ഇന്ന ഖദ് ഊഹിയ ഇലൈന അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, അള്ളാഹുടെ നിഷേധിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്ത ആളുമാർക്കായിട്ടിക്കട് അള്ളാഹുടേതായ അദാബുല്ലേ എന്ന് ഞങ്ങൾക്ക് എന്തായിട്ട് വഹീ കിട്ടിയിട് എന്ന് താഹ സൂറത്തിൽ ചൊന്ന ആയത്ത്. ഇനി വക്കാലത്താൽ വറഹ്മതി വസിഅതു കുല്ല ഷൈ, നന്റെ റഹ്മത്ത് എല്ലാത്തും വിശാലമായിട്ട്. അഹ്റാഫ് സൂറത്തിൽ. അപ്പോൾ അള്ളാഹുടെ റഹ്മത്ത് എല്ലാത്തും വിശാലമായിരുന്നു. അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു എന്താക്കണ, ഇപ്പം ഞങ്ങൾ സ്വർഗത്ത് എത്തണമെങ്കിലും രക്ഷപ്പെടണമെങ്കിലും
അള്ളാഹുടെ ലിക്കാഹ് കിട്ടണമെങ്കിലും ഒക്കെ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടേ ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നല്ലാണ്ട് ഞങ്ങളെ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുകയുള്ള ഒരു തെരുമില്ല. അപ്പൊ ഞങ്ങൾ നിസ്കരിച്ചാൽ കണ്ടെങ്കിലും നോമ്പ് പിടിച്ചാൽ കണ്ടെങ്കിലും എത്ര ഇബാദത്ത് ചെയ്താൽ കണ്ടെങ്കിലും അള്ളാഹു താല തന്നതായിട്ട് അതുകൊള്ള ആഫിയത്തും ആരോഗ്യവും തൗഫീഖും. അപ്പൊ അതൊക്കെ അള്ളാഹുടത്ത് തന്നേറ്റിക്കടെ. ഇനി അതൊക്കെ ഇപ്പൊ ഞങ്ങൾ എത്ര നിസ്കരിച്ചു എത്ര നോമ്പ് പിടിച്ചെങ്കിലും അള്ളാഹു താല തന്ന നിയമത്തിന് ഇതൊക്കെ സമവിടെ ഇതുമെയ്യവിടെ ഇല്ല. പിന്നെ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം. അതുകൊണ്ടായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത് ആറും അംഗങ്ങളെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്ത് കൊണ്ടുവരിക്കണ്ട, അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടേ സ്വർഗത്ത് കൊണ്ടേ. അപ്പൊ നബി തങ്ങളൊട്ടിയ സഹാബാക്കളെ ചോദ്യം, നബി നിങ്ങോ അങ്ങനെയുമാ നാനും അങ്ങനെമേ, അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് എൻ്റെ പൊതിഞ്ഞെങ്കിൽ മാത്രമാണ്. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുന്നെങ്കിൽ അള്ളാഹുടെ റഹ്മത്ത് വേണം. അള്ളാഹുടെ റഹ്മത്ത് ഇപ്പോൾ ദുനിയാവിലുള്ളത് കൊണ്ടായിട്ട് ഇവിടെ അള്ളാഹുടെ നിഷേധിക്കണമെന്നും അള്ളാഹുടെ ധിക്കരിച്ച് നടക്കണം എല്ലാവർക്കും അള്ളാഹുടെ റഹ്മത്ത് കിട്ടും ദുനിയാവിൽ. അതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനി അള്ളാഹുടെ സംബന്ധിച്ച് അള്ളാഹുടെ പേര് കൊണ്ട് അർ റഹ്മാനി ദുനിയാവിൽ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണമെന്നെങ്കിൽ അള്ളാഹു ഉണ്ടും ചൊല്ലവനും ഇല്ലാൻ ചൊല്ലവനും ധിക്കരിച്ച് നടക്കണവനും എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യണം. അർ റഹീം ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹുടെ റഹ്മത്ത്. അവിടെ കാഫിർക്ക് ഇതില്ല, റഹ്മത്തില്ല. അപ്പൊ അവിടെ എത്ര നല്ലത് ചെയ്താൻ കണ്ടെങ്കിലും അവന് ഈമാനില്ലേ എന്ന ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിൽ അവൻ തെറ്റായ കാര്യങ്ങൾ ചെയ്ത ഈമാനുണ്ട് എന്നാൽ അള്ളാഹു താല പുറത്തു കൊടുത്തെങ്കിൽ ആഖിറത്തിൽ രക്ഷപ്പെടുകയുള്ള തീറുണ്ട്. അപ്പൊ അള്ളാഹുടെ റഹ്മത്ത് കൊണ്ടേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുക. ഇവിടെ അള്ളാഹുടെ റഹ്മത്ത് എല്ലാവർക്കും കിട്ടും. ഒന്ന് ഇബാദത്ത് എടുത്തിടാനാ ഇല്ലേറ്റ് നോക്കിയിട്ടല്ല അള്ളാഹു റഹ്മത്ത് ചെയ്ത്. അങ്ങനെ കണ്ടെങ്കിൽ അള്ളാഹുടെ ധിക്കരിച്ച് നമുക്ക് അള്ളാഹു താല അങ്ങനെ ഉടമെ ദുനിയാവിൽ പിടിച്ച് അങ്ങനെയൊന്നും ശിക്ഷിക്കില്ല. അള്ളാഹുടെ രീതി അങ്ങനെയില്ല. ദുനിയാവിൽ അള്ളാഹു താല എല്ലാവർക്കും പുട്ടുപുട്ടുറപ്പുറം ചിലപ്പോൾ പിടിച്ച് ശിക്ഷിക്കും, ഭാര്യ കൊറടി ഏറ്റിക്കിട്. എന്നാ അള്ളാഹുടെ ശിക്ഷ ദുനിയാവിൽ തന്നെ പണ്ടേ ചൊന്നത് കൊറടി ചിലപ്പോൾ വരും. അപ്പോൾ ഏതിന് ഈ അള്ളാഹുടെ ധിക്കരിച്ച എന്നതൊരു മേലിൽ ശിക്ഷ വേണ്ടതെന്നുള്ളൂ. അപ്പൊ ആഖിറത്തിൽ അള്ളാഹുടെ റഹ്മത്ത് ഈമാനിനെങ്കിൽ മാത്രമേ കിട്ടേ, ഈമാനില്ലെങ്കിലോ അള്ളാഹുടെ റഹ്മത്ത് കിട്ടല. ദുനിയാവിടെ അള്ളാഹുടെ റഹ്മത്ത് മുസ്ലിമുക്കും മുസ്ലിം അല്ലാത്തവർക്ക് കിട്ടുക. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുടെ പേര് കൊണ്ടാണ് തുടങ്ങര. ആ അള്ളാഹു റഹ്മാനായിട്ടിക്കല റഹീം ആയിട്ടിക്കല. ആ റഹ്മാന്റെ അർത്ഥം എന്തേ ദുനിയാവിൽ എല്ലാവർക്കും റഹ്മത്ത് ചെയ്തു. അർ റഹീം ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്തു. അപ്പൊ റഹ്മത്ത് കൊണ്ടേ രക്ഷപ്പെടുക. അവിടെ നന്റെ റഹ്മത്ത് എല്ലാത്തും വിശാലമായിട്ട്. അപ്പൊ ഞങ്ങൾ അള്ളാഹുടെ റഹ്മത്തിൽ വല്ലാത്ത ആഗ്രഹിക്കിടങ്ങാവണം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ സ്വർഗത്ത് കടത്തും, എൻ്റെ ലിക്കാനൊക്കെ തരും. ഇങ്ങനെയുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ വേണം. അതായിട്ട് ഈ ആയത്തുകളിലൊക്കെ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത് 412 ഹദീസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാതുകൊടുക്കാം. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചൊരിയട്ടെ. എല്ലാവർക്കും കാതുകൊടുത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഞങ്ങളൊക്കെ സജ്ജനങ്ങളിലും സാലിഹ്യങ്ങളിലും പെടുത്തിട്ട് ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.